ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാട്ടർ കളർ ബേസ്ഡ് പേപ്പറാണ്. ഇനി നമുക്ക് ഈ പേപ്പർ 2 സൈസിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് സൈസിലുള്ളത് 26 പീസസ് ആയിട്ടും കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തെ സൈസിലുള്ളത് 7 പീസസ് ആയിട്ടും കട്ട് ചെയ്തെടുക്കുക. ഈ സൈസ് പേപ്പറിലാണ് നമ്മൾ ഡേറ്റ്സും അതുപോലെ മന്ത്സും എഴുതുന്നത്. രണ്ടാമത്തെ സൈസ് പേപ്പറിലാണ് നമ്മൾ ഡേയ്സ് എഴുതുന്നത്. അപ്പോൾ 2 സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഓൾറെഡി പേപ്പർ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാട്ടർ കളേഴ്സാണ്. ഞാനിവിടെ 3 ഷെയ്ഡ്സ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ബ്ലൂ, പേർപ്പിൾ ആൻഡ് പിങ്ക്, അങ്ങനെ 3 ഷെയ്ഡ്സിലാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. ഇനി അതൊന്ന് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റാക്കി എടുക്കുക. അങ്ങനെ ഞാൻ 3 കളേഴ്സും ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പേപ്പറിലോട്ട് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പോഞ്ചസ് ആണ്. ഞാൻ സ്പോഞ്ചസ് 3 ഷെയ്ഡ്സിനും 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഇതുപോലെ പേർപ്പിൾ ഷെയ്ഡ് അടിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ബ്ലൂ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറെ സ്പോഞ്ച് എടുത്തിട്ട് പതുക്കെ ഡാബ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് മേലത്തെ പേർപ്പിൾ കളറായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് പിങ്ക് കളറും കൂടി ചെയ്ത് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പേപ്പേഴ്സും സെയിം ഷെയ്ഡിൽ തന്നെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ് ചെയ്ത പേപ്പേഴ്സ് 2 to 3 hours ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ചിട്ട് വലിയ സൈസ് പേപ്പറിൽ 2 ഹോൾസും ഇട്ട് കൊടുക്കുക. ചെറിയ സൈസ് പേപ്പറിൽ 1 ഹോളും ഇട്ട് പഞ്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ പേപ്പറും പഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ പഴയ റോളർ ഉണ്ടെങ്കിൽ റോളറോ എടുക്കാം. ഞാനിവിടെ ഈ റോളർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വൈറ്റ് പെയിൻറ് വെച്ച് നന്നായി ഡബിൾ കോട്ട് അടിച്ചു കൊടുക്കാം. നമ്മുടെ പെയിൻറ് ചെയ്ത് വെച്ച റോളർ ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ പേപ്പേഴ്സിൽ ഡേയ്സ് മന്ത്സൊക്കെ എഴുതാം. ചെറിയ സൈസ് പേപ്പറിൽ ഞാനിവിടെ എഴുതുന്നത് ഡേയ്സ് ആണ്. വലിയ സൈസ് പേപ്പറിൽ നമുക്ക് ഡേറ്റ്സും മന്ത്സും എഴുതാം. 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ വലിയ സൈസ് പേപ്പറിൽ എഴുതേണ്ടത്. ഇനി ബാക്കിയുള്ള പേപ്പറിൽ നമുക്ക് മാസങ്ങൾ എഴുതാം. ജനുവരി ടു ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് എഴുതേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ഡേയ്സും മന്ത്സും ഡേറ്റ്സൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ഞാൻ വെച്ചിട്ടുള്ളത് ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മന്ത്സ് വയ്ക്കാം.
ഇനി നമുക്ക് ഡേറ്റ്സ് അറേഞ്ച് ചെയ്യാം. 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് ഡേറ്റ്സിൽ വരിക. 0 to 3 വരെ 2 പ്രാവശ്യമായിട്ട് എഴുതണം. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇത് ഹാങ് ചെയ്തിടേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ റോളറിലൊരു ത്രെഡ് കെട്ടി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോട്ടൺ യാണാണ്. അത് ഇതുപോലെ 2 സൈഡിലും ഹാങ് ചെയ്യുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹാങ് ചെയ്യാനുള്ള റോളർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള പേപ്പേഴ്സും കൂടി ഇതുപോലെ ഹാങ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഇതുപോലെ അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ ഹോൾസിലൂടെ ത്രെഡ് കട്ട് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വരേണ്ടത് ഡേയ്സ് ആണ്, സെക്കൻഡ് നമ്മുടെ ഡേറ്റ്, തേർഡാണ് മന്ത്സ് ഹാങ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ ഇതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വാളിൽ ഹാങ് ചെയ്തിട്ട് നോക്കാം. ഞാനിത് എൻ്റെ ടേബിളിൻ്റെ അടുത്തായിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഡോറിൽ വേണമെങ്കിൽ ഹാങ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാ വർഷവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കലണ്ടറാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ ചെയ്ത ഒരു സ്റ്റാറാണിത്. അതും കൂടി ഞാൻ അതിൻ്റെ മേലായിട്ട് ഹാങ് ചെയ്തിടാണ്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.